അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് മുണ്ടക്കയത്ത് വിപുലമായ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. കേരള പോലീസിന്റെ ഓപ്പറേഷൻ തുഫാൻ പദ്ധതിയുടെ ഭാഗമായാണ് ജനകീയ പ്രതിരോധ പരിപാടി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:30 മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ വെച്ച് മുണ്ടക്കയം പോലീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത്. മുണ്ടക്കയം പോലീസ്, മുണ്ടക്കയം കോഴത്തോട്, കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തുകൾ എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്നിവയുടെ പൂർണ്ണ സഹകരണത്തോടെയാണ് ക്യാമ്പയിൻ അരങ്ങേറുന്നത്. നാടിനെ ഉണർത്തുന്ന ലഹരി വിരുദ്ധ പ്രതിരോധ പരിപാടിയിൽ കുടുംബശ്രീ പ്രവർത്തകർ, വ്യാപാരികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ, വിവിധ കലാ, സാംസ്കാരിക, സാമൂഹിക, മതസംഘടനാ നേതാക്കൾ, ജനപ്രതിനിധികൾ എന്നിവർ അണിനിരക്കുമെന്ന് മുണ്ടക്കയം SHO സജീവ് കുമാർ അറിയിച്ചു. നാളെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രോഗ്രാം നമ്മുടെ മുണ്ടക്കയം, കോഴത്തോട്, കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തുകളുടെ ഒരു സഹകരണത്തോടുകൂടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പോലുള്ള സംഘടനകളുടെയുമായിട്ട് ചേർന്ന് നമ്മളിവിടെ നടത്തുകയാണ്. വിവിധ സ്കൂളുകളിൽ നിന്ന് വരുന്ന കുട്ടികളുടെ റാലികൾ CMS സ്കൂളിൽ നിന്നും, മഠം സ്കൂളിൽ നിന്നും, അതുപോലെ SNDP ഭാഗത്തു നിന്നും 3 വലിയ റാലികളാണ് ഉച്ചയ്ക്ക് 1:30 നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ആ പരിപാടിയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുണ്ടാവും, യുവജന സംഘടനകളുടെ പ്രതിനിധികളുണ്ടാവും, വ്യാപാരി വ്യവസായ ഏകോപന സമിതിയിലെ പ്രവർത്തകരുണ്ടാവും, അതുപോലെ നിരവധി ക്ലബ്ബുകൾ, കുടുംബശ്രീ പോലെയുള്ള വനിതാ സംഘടനകളടക്കം ഒരുപാട് പേര് ഇതിൻ്റെ പാർട്ടിസിപ്പേഷൻ വരും. ഇതൊരു മഹാസംഭവമായിട്ട് മാറുകയാണ്. മുണ്ടക്കയം ടൗൺ കേന്ദ്രീകരിച്ച്, ടൗൺ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ഈ 3 പഞ്ചായത്തുകളിലുള്ള ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടെത്തുക, അവരെ ട്രീറ്റ് ചെയ്യുക, അവരെ ജീവിതത്തിൻ്റെ പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആരംഭിക്കുന്ന ഒരു വലിയ ക്യാമ്പയിൻ്റെ തുടക്കമാണ് നാളെ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ പഞ്ചായത്തിലൊക്കെ ഇത് പ്രോഗ്രാം ചാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മുണ്ടക്കയം ലഹരി വിമുക്തമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മളൊരു വലിയൊരു കാര്യം ഏറ്റെടുത്തിരിക്കുകയാണ്. അത് വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പൊതുജനങ്ങളുടെ സപ്പോർട്ട് വേണം, മറ്റ് സംഘടനകളുടെ സപ്പോർട്ട് വേണം, രാഷ്ട്രീയ പാർട്ടിക്കാരുടെ സപ്പോർട്ട് വേണം. അപ്പോൾ ഇങ്ങനെയുള്ളവരെ കണ്ടെത്തുക, അവർക്ക് ആവശ്യമുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ഇതൊരു രോഗമാണ്. പലരും വിചാരിക്കുന്നത് ലഹരി എന്ന് പറയുന്ന ഒരു ക്രൈമാണെന്നുള്ളതാണ്. പലപ്പോഴും ഇത് ഉപയോഗിക്കുന്നവർക്കത് ആഗ്രഹിച്ചാൽ പോലും തിരിച്ച് ലഹരി ഉപയോഗിക്കാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഈ ലഹരി അവരിലുണ്ടാക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ ലഹരിയുടെ ലോകത്ത് നിന്നും പിന്തിരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നാളെ നമ്മുടെ ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. അതിനകത്ത് നിങ്ങളടക്കമുള്ള എല്ലാവരുടെയും പിന്തുണ നമ്മൾ പ്രതീക്ഷിക്കുക. ലഹരിക്കെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ വൈവിധ്യമാർന്ന പരിപാടികളാണ് മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ ഒരുക്കിയിട്ടുള്ളത്. ബോധവൽക്കരണ റാലി, ഫ്ലാഷ് മോബ്, തെരുവ് നാടകം, സ്കിറ്റ്, ലഹരിയോട് വിട പറയൂ, ജീവിതത്തോട് അതെ എന്ന് പറയുക എന്നീ സന്ദേശമുയർത്തി ലഹരിമുക്തമായ ഒരു നല്ല നാളേക്കായി കൈകോർക്കുവാൻ മുഴുവൻ ജനങ്ങളും പരിപാടിയിൽ പങ്കാളികളാകണമെന്ന് മുണ്ടക്കയം പോലീസ് അഭ്യർത്ഥിച്ചു. ഫെസ്റ്റു ന്യൂസ്, മുണ്ടക്കയം.